ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് മസാല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കാണിക്കുന്നത് കമീറ ബ്രെഡ് ഉണ്ട്, പിന്നെ കുനാഫ ചിക്കൻ ഉണ്ട്, പിന്നെ നമ്മുടേതായ കുറച്ച് സ്പെഷ്യൽ സ്നാക്കും കൂടി ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മളിതാ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുക്കർ ഉണ്ടല്ലോ, അടിപൊളി കുക്കറാണ്. ഇതിൻ്റെ റബ്ബറൊന്നും അധികം പെട്ടെന്നൊന്നും കേടുവരുന്നില്ല. ഞാനിതാകെ ഒരു പ്രാവശ്യം മാറ്റിയതേ ഉള്ളൂ. കുറേ വർഷമായി ഞാനിത് വാങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കുക്കറാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ. അടുത്തായി വേവിച്ചെടുക്കുന്നത് നമ്മൾ ഹലീമിനുള്ള ഗോതമ്പാണ്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മളിത് മുട്ട വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഖമീറിനുള്ള ബാറ്റർ റെഡിയാക്കാന്ന്. ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലല്ല, ഞാൻ എൻ്റേതായ ഒരു വ്യത്യസ്ത രീതിയിലാണ് എന്നിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മൈദ എല്ലാം നന്നായിട്ട് അളന്നെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പിന് 1 ടീസ്പൂൺ വിധത്തിലാണ് ഞാൻ പഞ്ചസാര ചേർത്തത്. ഇനി ഇതിലോട്ട് ഈസ്റ്റ് ചേർക്കുക. അപ്പോൾ ഈസ്റ്റ് ഫ്രഷ് ആണെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും. കുറച്ച് ലേറ്റായിട്ടുള്ള ഈസ്റ്റാണ്, കുറച്ച് പഴകിയ ഈസ്റ്റാണെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കാലാവസ്ഥേൻ്റെ അനുസരിച്ചിട്ടൊക്കെ ഈസ്റ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി പാൽപ്പൊടിയാണ്. അപ്പോൾ പാൽപ്പൊടി 1 ടേബിൾ സ്പൂൺ വിധത്തിലാണ് ചേർക്കുന്നത്. അപ്പോൾ 5 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് കുറച്ച് എള്ളാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇത് കറുത്ത എള്ളാണ്. കറുത്ത എള്ളില്ലെങ്കിൽ നമ്മൾ കറുത്ത ജീരകം ഉണ്ടല്ലോ, കരിഞ്ജീരകം, അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം ആകുമ്പോൾ ഓവർ ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നല്ലോണം കട്ടിയാവാൻ പാടില്ല, ചപ്പാത്തി മാവ് പോലെ അത്ര ഹാർഡാക്കണ്ട, കുറച്ചൊരു ലൂസിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിലും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇത് 1.5 മണിക്കൂറോളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കൂടുതൽ സമയം നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, ഒരു 1.5 മണിക്കൂറൊക്കെ ധാരാളമാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹലീമിൻ്റെ മസാലയിലോട്ട് ഇത് ഗോതമ്പ് കുറേശ്ശെയായി ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് മുമ്പ് ഇട്ട വീഡിയോ ആണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഞാൻ ഇതിലേക്ക് കാണിക്കുന്നില്ല, ഉൾപ്പെടുത്തുന്നില്ല. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു സ്നാക്കാണ്. അപ്പോൾ അത് ആവിയിൽ വേവിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത്, അജ്മീൻ്റെ അരിപ്പൊടിയാണ് എടുത്തത്. അപ്പോൾ അത് അളന്നിട്ട് ഒരു പാത്രത്തിലേക്കിട്ട് ഇതിലേക്ക് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് മിക്സാക്കിയ ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര ഹാർഡാക്കി കുഴക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൈയോട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ തന്നെ മതി കേട്ടോ. ഇതിൻ്റെ എല്ലാം മസാല റെഡിയാക്കി വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ ക്ലിയറാക്കി പറയാത്തത്. പിന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. ചെറിയ ബോൾസാക്കിയ ശേഷം നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ വാഴയിലോ ഇത് വെച്ചിട്ടതിന് ശേഷം അതിലോട്ട് മസാല ഫില്ല് ചെയ്യാം. ഇത് ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതും കൂടി ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയാണ് അടിപൊളി, നല്ല ടേസ്റ്റുള്ള ഒരു മസാല. ഒരു നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മസാലയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നെങ്കിൽ ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ഇനി ഇതെല്ലാം നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് സൈഡിലോട്ട് കുറച്ച് തേങ്ങ പൊടി ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ ഒരു തേങ്ങപ്പൊടിയിലോട്ട് നമ്മൾ മുളകും പിന്നെ കുറച്ച് ഓയിൽ, കറിവേപ്പില, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മിക്സാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് എല്ലാ നടുഭാഗത്തേക്ക് മാത്രം ആക്കിയിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മളിത് വേവിച്ചെടുക്കാം. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇനി ഇത് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതാ നമ്മൾ മുട്ടയുടെ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടയിലത് പുഴുങ്ങിയെടുത്ത മുട്ടേൻ്റെ തോടെല്ലാം കളഞ്ഞ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് 2 ടൈപ്പുള്ള മുട്ടയുടെ സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് കിളിക്കൂടും, പിന്നെ മറ്റൊന്ന് തുറക്കലപ്പമാണ്. തുറക്കലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ചെറിയ വ്യത്യാസമാക്കിയിട്ടാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അതും ഇതിൻ്റെ ഇടയിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ മുട്ടയെല്ലാം പുഴുങ്ങി, ഇത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരു റെസിപ്പിയാണ്. ഈ ഒരു മസാലയിൽ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് മിക്സ് ആക്കിയതാണ് കേട്ടോ. ചിക്കന് ഉരുളക്കിഴങ്ങും നല്ല മസാലയിലും ഇട്ട് ഒരു നല്ല ടേസ്റ്റുള്ളൊരു മസാല തന്നെയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഈ ഒരു മുട്ടയിട്ട് സൈഡെല്ലാം ഒന്ന് ഇതുപോലെ ആക്കിയ ശേഷം ഈ ഒരു ഷേപ്പിലാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കുനാഫ ചിക്കനാണ് കേട്ടോ. അപ്പോൾ കുനാഫ ചിക്കൻ്റെ ആ ഒരു കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇതിനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഫുൾ റെസിപ്പി ഇതിലേക്ക് എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ചിക്കന് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ചിക്കനിലോട്ട് കുറച്ച് മസാലകളെല്ലാം ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയാണ്, അരച്ച മുളകാണ് കേട്ടോ ചേർത്തത്. പിന്നെ നമ്മൾ സവാള ചേർത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ക്യാപ്സിക്കം, അങ്ങനെയുള്ള സാധനമെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായി കുഴച്ചെടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഏതിൻ്റെങ്കിലും റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. ഒരു 3-4 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാനത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് ആൾക്കാർ നോക്കുന്നുണ്ട്, പക്ഷെ കമൻറ്റൊന്നും ഇടുന്നില്ല. നിങ്ങളെ സപ്പോർട്ടൊക്കെ കൂടിയിട്ടുണ്ടെങ്കിലേ എനിക്ക് ഇതുപോലെയുള്ള നല്ല പുതിയ റെസിപ്പീസ് എല്ലാം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വെറുതെ ഇട്ടിട്ട് ആരും കമൻറ്റ് ചെയ്യില്ലെങ്കിൽ പിന്നെ നമ്മൾക്കതൊരു താല്പര്യമില്ലാതെ ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്കും കൂടി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളിതാ ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് മുട്ടയിലോട്ടും ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഇട്ട് കുനാഫ ഡോയിലേക്ക് കവർ ചെയ്തതിന് ശേഷം നല്ലൊരു ഷേപ്പാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഒന്നിച്ച് ഫ്രൈ ചെയ്യാം കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളതൊക്കെ ക്ലിയറാക്കി കൊടുക്കുകയും പുതിയ റെസിപ്പീസൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ചാനൽ തന്നെയാണ് ഇത്. പക്ഷെ സപ്പോർട്ടിങ് ഇത് കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ റെസിപ്പി പുതിയതിടണോ ഇല്ലത് വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലാണ് ഈ ഒരു കാര്യമെല്ലാം പറഞ്ഞത് കേട്ടോ. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോയിലായിട്ട് പോയി. അപ്പോൾ നമ്മളെ ബിസിനസ്സും കാര്യവും നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒന്ന് ചെറിയൊരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിലല്ലേ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പുതിയ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പിയും ഒരു ഇതും ഇല്ലാതെ ക്ലിയറാക്കി പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മുട്ടയുടെ ഈ ഒരു സ്നാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് മുട്ടയിലും ഈ ഒരു വെർമിസെല്ലിയിലെല്ലാം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആവിയിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കമീറാണ് ഉണ്ടാക്കുന്നത്. കമീറിൻ്റെ ഇത് ബാറ്റർ മുമ്പ് റെഡിയാക്കി വെച്ചതാണ്. അതിൻ്റെ ഫില്ലിങ് ഒക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചതാണ്. ഇനി ഇത് നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫില്ലിംഗ് എല്ലാം വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഫില്ലിങ്ങിൽ നല്ല ടേസ്റ്റാണ്. സാധാരണ ഫില്ലിങ് ഇടാതെയാണ് ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇതൊരു ബ്രെഡ് ടൈപ്പ് തന്നെയാണ്, അറബിക് സ്നാക്കാണ് കേട്ടോ. ഇത് സംഭവം ഒരു കമീർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് എന്നാണ് കേട്ടോ മെയിൻ അർത്ഥം, വേറെ ഒന്നുമില്ല. പക്ഷേ ഇതിന് ഈ ഒരു പേര് വന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇട്ടു. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് നമ്മൾ സൈഡെല്ലാം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിത് നല്ല ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കും റെഡി. അപ്പോൾ നമ്മൾക്ക് ഓരോ സ്നാക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു ബെൽ ബട്ടണും കൂടെ എല്ലാം പ്രസ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എന്നെ അടുത്തത് ഉണ്ടാക്കുന്നത് തുറക്കലപ്പാണ്. ഇതിലോട്ട് നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. മുട്ടേൻ്റെ ചെറിയ പീസും പിന്നെ ഒരു ചമ്മന്തി ഉണ്ട്, ഇതിൽ ചിക്കനുണ്ട്, മയനൈസ് ഉണ്ട്. ഇത്രയും സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ടും കൂടി വേണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.